ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചരിഞ്ഞ ചുമരിനൊരു കൈത്താങ്. പ്രിയരെ, അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി നീളത്തിൽ ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കെട്ടിടത്തിന്റെ പടിഞ്ഞാറേയറ്റം ആറ്റിന്റെ തീരത്തായിരുന്നു. ചുമരുകളുടെ പണി തീർന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മേൽക്കൂരയുടെ പണികൾ തുടങ്ങുകയുണ്ടായി. ചുമരിന്മേൽ ഉറപ്പിച്ചിട്ടുള്ള ഉത്തരത്തിന്മേൽ ഇരുന്ന് ആശാരിമാർ മേൽക്കൂരയുടെ കഴുക്കോൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുദേവൻ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് അവരുടെ അളന്നുകുറിച്ചുള്ള പണികൾ കുറച്ചുനേരം നോക്കി നിന്നു. അതിന്റെ പെട്ടെന്ന് ആ കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി തടികൾ ഇളകി കൂട്ടിമുട്ടുന്നതിന്റെ ഒരു കലപില ശബ്ദം ഉയർന്നു കേട്ടു. ഗുരുദേവൻ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി. ആറ്റിന്റെ തീരത്ത് കെട്ടിയിരുന്ന അടിസ്ഥാനം ക്ഷണത്തിൽ താഴേക്കിരുന്നു പോയതുമൂലം ആ കെട്ടിടത്തിന്റെ ചുമർ ചരിഞ്ഞ് ഇടിഞ്ഞു വീഴാൻ പോകുന്നത് ഗുരുദേവൻ ആ നോട്ടത്തിൽ കണ്ടു. പെട്ടെന്ന് ഇരു കൈകളും ഉയർത്തി നിന്നിടത്തുനിന്ന് തന്നെ നിന്നുകൊണ്ട് ഓ എന്ന് ഗുരുദേവൻ ശബ്ദിച്ചു. ചരിഞ്ഞുപോയ ആ ചുമരിനെ താങ്ങി നിർത്തുന്നതുപോലെയായിരുന്നു ഗുരുദേവന്റെ അപ്പോഴത്തെ നിൽപ്പ്. കെട്ടിടത്തിന് മുകളിൽ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പണിക്കാരെല്ലാം ആകപ്പാടെ ഭയന്നു. ചുമറിടിഞ്ഞു വീണാൽ അതിനടിയിൽപ്പെട്ട് വലിയ പരിക്ക് പറ്റുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ചരിഞ്ഞുപോയ ആ ചുമർ ഗുരുദേവൻ കൈകൾ ഉയർത്തിയപ്പോൾ ഏത് നിലയിലാണോ എത്തിയിരുന്നത് പിന്നീട് ആ നിലയിൽ നിന്നിളകാതെ നിൽക്കുകയായിരുന്നു. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉടനെ മറ്റു പണികളിൽ ഏർപ്പെട്ടിരുന്നവരെല്ലാം ഓടിക്കൂടി തടികളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് ചരിഞ്ഞുപോയ ചുമരിനെ താങ്ങി വീഴാതെ ബലപ്പെടുത്തി നിർത്തി. ഗുരുദേവൻ ആ നേരത്ത് അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ചുമരിടിഞ്ഞ് കെട്ടിടമാകെ തകർന്നു പോവുകയും പണിക്കാർക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. ദൂരെ നിന്ന് ഗുരുദേവൻ കൈകൾ ഉയർത്തിയപ്പോൾ ആ കൈകൾ തന്നെ താങ്ങായിത്തീർന്ന രംഗം കണ്ട പണിക്കാരെല്ലാം പിന്നീട് ദിവസവും ഗുരുദേവനെ നമസ്കരിച്ച ശേഷമേ പണികളിൽ ഏർപ്പെടുകയുണ്ടായുള്ളൂ. സ്നേഹപൂർവം, എഞ്ചൻ, കയനാടത്ത്.